ഹായ് ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തെ. അങ്ങനെ തന്റെ ഒരു പടം എന്നാണ് വരച്ചു തരുന്നത് എന്ന് കൃഷ് കൺമണിയോട് ചോദിക്കുമ്പോൾ സാറിന്റെ ഒരു ഫോട്ടോ തന്നാൽ മതി, അത് നോക്കി വരയ്ക്കാന്ന് കൺമണി പറയുമ്പോൾ കൃഷ് പരിഭവത്തോടെ പറയുകയാണ്, ഓ അപ്പൊ കൺമണിക്ക് എന്റെ ഫോട്ടോ ഒക്കെ കാണണം വരയ്ക്കാനല്ലേ? അതെ, കൺമണിയുടെ മനസ്സിലുള്ള എന്റെ രൂപം വരച്ചു തന്നാൽ മതി. അതും പറഞ്ഞിട്ട് കൃഷ് പോവുകയാണ്. കൃഷ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ കൺമണി മനസ്സിൽ വിചാരിക്കുകയാണ്, ഗോകുലെ നീ പറയുന്നതൊക്കെ സത്യമായിട്ട് വരികയാണ്, തളർന്നു പോകുമെന്ന് തോന്നുമ്പോ ആരോ എന്നെ താങ്ങിയെടുക്കുന്ന പോലെയെന്നൊക്കെ കൺമണിക്ക് തോന്നിപ്പോവുകയാണ്. അങ്ങനെയും ചിന്തിച്ച് സന്തോഷം നിൽക്കുകയാണ് കൺമണി. പിന്നീട് കാണിക്കുന്നത് സാഗറിന്റെ വീട്ടില് പാർട്ടിയും ആഘോഷവും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് കൃപയെ വീൽ ചെയറിലാക്കി റെഡിയാക്കിക്കൊണ്ട് നേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൃപയെ കാണുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ആ മിടുക്കിയായിട്ടുണ്ടല്ലോ മോളെ, നിനക്ക് വേണ്ടിയുള്ള ആഘോഷങ്ങളെ തുടങ്ങാൻ പോവുക. സുജാതയും പറയുന്നുണ്ട് മോള് ഹാപ്പിയാണെന്ന്. ആ സമയത്താണ് കൃഷ് അമ്പലത്തിൽ നിന്നും തിരിച്ചെത്തുന്നത്. കൃപയെ കാണുന്ന കൃഷ്, എന്റെ അനിയത്തിക്കുട്ടി എന്ത് പറയുന്നു? ഇതേ വിഘ്നേശ്വരന്റെ പ്രസാദമാണെന്ന് പറഞ്ഞ് ആ പ്രസാദം കൃപയുടെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മൾ പൊളിച്ചെടുക്കുമെന്നും കൃപയോടായിട്ട് പറയുന്നുണ്ട് കൃഷ്. അതേസമയം സാഗർ, നിന്റെ ഏട്ടന്റെ നിർബന്ധപ്രകാരമാണ് ഈ ആഘോഷവും പാർട്ടിയും ഒക്കെ എന്ന് കൃപയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം താൻ ഇന്ന് അമ്പലത്തിൽ പോയപ്പോ കൺമണിയെ കണ്ട കാര്യവും, കൺമണിതാ ഇപ്പൊ എന്റെ കൂടെ വന്നിട്ടുണ്ടെന്നും വന്നിരിക്കുന്നത് വെറും കൈയോടെയല്ല, മോൾക്കൊരു സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അവരെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ സാഗർ ചോദിക്കുന്നുണ്ട്, സമ്മാനോ? എന്ത് സമ്മാനമാടാ എന്ന് കൃഷ്ണനോട് ചോദിക്കുമ്പോൾ അതൊക്കെ നേരിട്ട് കണ്ടാ മതി എന്ന് മറുപടി കൊടുക്കുകയാണ്. കൃപയാണെങ്കിലും അത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. കൺമണി എത്തിയിരിക്കുന്നത് കാണുന്ന ആന്റിയമ്മ കൺമണിയെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ഇത് ആരാ എത്തിയിരിക്കുന്നത്? ഇന്നത്തെ VIP അല്ലേ എന്നെല്ലാം പറഞ്ഞ് കൺമണിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും കൺമണിയുടെ അടുത്ത് വരുന്നുണ്ട്. എന്തായാലും ചീഫ് ഗസ്റ്റിനെ വാഹനം അയച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയല്ലോ എന്നിങ്ങനെ സാഗർ കൺമണിയെ ഉദ്ദേശിച്ച് പറയുമ്പോൾ ആ തമാശ കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. സുജാത ചോദിക്കുന്നുണ്ട്, കൃപയ്ക്ക് എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോഴാണ് കൺമണി കൃപയ്ക്ക് ആ ഗിഫ്റ്റ് കൊടുത്തിട്ട്, മോളെ ഇതേ ഒരു കൊച്ചു സമ്മാനമാണ്, ശരിയായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെയും പറഞ്ഞ് കൃപയുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. അത് ഓപ്പൺ ചെയ്യുന്നതും എല്ലാവരും കൈയടിക്കുന്നുണ്ട്. കൃപയുടെ തന്നെ മനോഹരമായ ഒരു ചിത്രമാണ് കൺമണി വരച്ചിരിക്കുന്നത്. കൃപയ്ക്കും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഒരേ സ്വരത്തില് സൂപ്പർ ആയിട്ടുണ്ടെന്ന്. കൺമണിക്ക് സന്തോഷമാവുന്നു. ശേഷം കൺമണി കൃപയോട് ചോദിക്കുന്നുണ്ട്, കൃപമോൾക്ക് ഇഷ്ടമായോ? കൃപയുടെ മുഖത്തും ചിരി വിടരുന്നത് കാണുമ്പോൾ കൃഷി പറയുന്നുണ്ട് സുജാതയോടായിട്ട്, അമ്മേ കൃപയുടെ മുഖത്തെ ആ സന്തോഷം കണ്ടോ? സാഗർ ചോദിക്കുകയാണ് കൃപയോട്, മോളെ പോലെ തന്നെ ഇല്ലേ കൺമണി വരച്ച ആ പടവും? ആന്റിയമ്മയാണെങ്കിലും കൺമണിയെ പ്രശംസിക്കുന്നുണ്ട്. കൺമണി നിന്നെ സമ്മതിച്ചിരിക്കുന്നു, എന്തൊരു മിടുക്കിയാ നീ, എത്ര രസമായിട്ടാ നീ ഈ പടം വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ സുജാത, ആന്റിയമ്മേ കൺമണി വലിയൊരു ഡിസൈനറാ, കണ്ണുവച്ചേക്കല്ലേ, എന്നാൽ ആരും കണ്ണുവെച്ചു പോകുമെന്നും അത്രയ്ക്കും മിടുക്കിയല്ലേ കൺമണി എന്നതിന് മറുപടിയായിട്ട് ആന്റിയമ്മയും പറയുന്നുണ്ട്. തുടർന്ന് സുജാത പറയുകയാണ്, കൃപ ഇന്നിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ തന്നെ കാരണം കൺമണിയല്ലേ. അന്ന് ആശുപത്രിയിൽ വെച്ച് ആ ഗുണ്ട അതിനെപ്പറ്റി പറയാൻ തുടങ്ങുമ്പോഴേക്കും ആന്റിയമ്മ ഇടയിൽ കയറി പറയുന്നുണ്ട്, ഇന്നൊരു നല്ല ദിവസമായിട്ട് അതൊന്നും ഓർക്കണ്ട സുജു. സാഗർ ആണെങ്കിലും കൃപയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുജാത പറയുന്നത് കറക്റ്റാണ് കൃപ മോളെ, ഇന്ന് ആരെക്കാളും നീ കടപ്പെട്ടിരിക്കുന്നത് കൺമണിയോടാണ്. ആ സമയം കൃപയൊന്ന് നോക്കുന്നുണ്ട് കൺമണിയെ. എന്തെന്ന് വെച്ചാൽ കൃപയും ആ സത്യം ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് ആന്റിയമ്മ പറയാണ്, ഇന്ന് ഈ ചടങ്ങില് നമുക്ക് മധുരം വെക്കണ്ടേ, ആദ്യം പായസം വെക്കണ്ടേ? ഞാനും ചേച്ചിയും കൂടെ പായസത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നിങ്ങനെ സുജാത പറയുന്നത് കേട്ട് കൃഷി ചോദിക്കുന്നുണ്ട്, എങ്ങനെ അമ്മയും ആന്റിയമ്മയും കൂടെ പായസം വെക്കാനോ? അതിനെ ഇവിടെ വേറെ ആളുണ്ട്, കൺമണി. എന്നാൽ സാഗർ പറയും, എടാ അതിഥിയെ കൊണ്ട് അടുക്കളയിൽ കയറ്റുകയെന്നൊക്കെ വെച്ചാ അത് ശരിയല്ല. എന്നാൽ കൃഷി അപ്പോഴും പറയും, അതെ അത് കൺമണി വെച്ചത് അച്ഛൻ കഴിച്ചിട്ടില്ലാത്തോണ്ടാ. എന്റെ അച്ഛ കൺമണി വെക്കുന്ന ഏത് ഫുഡിനും ഒടുക്കത്തെ രുചിയാ. നിങ്ങൾ അമ്പലത്തിൽ പോയിരുന്ന 2 ദിവസം ഞാൻ കൺമണിയുടെ കൈപ്പുണ്യം അറിഞ്ഞതാ. ഇതെല്ലാം കേട്ട് കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട്, സാർ എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ, എന്നാൽ താൻ പുകഴ്ത്തിയതൊന്നും അല്ലെന്നും സത്യമാണ് പറഞ്ഞതെന്നും കൃഷി പറയുന്നുണ്ട്. എങ്കിലും സുജാതയും പറയുകയാണ്, സാഗർ പറഞ്ഞതുപോലെ കൺമണിയെ കൊണ്ട് ഇന്ന് പാചകം ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല, കൺമണി നമ്മുടെ അതിഥിയല്ലേ. പക്ഷെ ആന്റിയമ്മ ഇതിനിടയിൽ കയറി പറയും, അത് കൺമണി ഒരു അന്യ കുട്ടിയാണെന്ന് തോന്നുന്നതുകൊണ്ടാ അവളെ കൊണ്ട് ഇന്ന് ചെയ്യിപ്പിക്കണ്ടെന്നൊക്കെ തോന്നുന്നത്. കൺമണി ഇവിടത്തെ തന്നെ കുട്ടിയല്ലേ. ശേഷം കൺമണിയും പറയുന്നുണ്ട്, എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ കൃഷ്ണൻ പറയും, കൺമണിക്ക് സന്തോഷമാണെങ്കിൽ ഞങ്ങളും ഡബിൾ ഹാപ്പി, എങ്കിൽ പിന്നെ ഞാൻ അടുക്കളയിലിട്ട് ചെല്ലാന്നും പറഞ്ഞ് കൺമണി ആന്റിയമ്മയ്ക്കൊപ്പം കിച്ചണിലോട്ട് പോവുകയാണ്. സാഗറും സുജാതയും കൃഷിയും ഒക്കെ ആണെങ്കിലും കൺമണി വരച്ച ആ കൃപയുടെ
ഡ്രോയിങ്. അതിന്റെ ഭംഗി കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നു. എന്നിട്ട് കൃപയുടെ നേരെ പിടിച്ചിട്ട് ആ ഡ്രോയിങ് കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, മോളെ ഈ ഡ്രോയിങ് എങ്ങനെയുണ്ട്, നീ ഒന്ന് നോക്കിക്കേ. കൃപയ്ക്കാണെങ്കിലും ആ ഡ്രോയിങ് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അതിൽ നിന്നും കണ്ണെടുക്കാനേ തോന്നുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് കൺമണി പായസം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പായസത്തിന്റെ ആ സ്മെല്ല് കിട്ടുന്നതും ആന്റിയമ്മയും സുജാതയും ഒക്കെ നേരെ കിച്ചണിലോട്ട് വന്നിട്ട് ആ മണം ആസ്വദിച്ചുകൊണ്ട് പറയാണ്, പായസത്തിന്റെ മണം പുറത്തൊക്കെ പരക്കുക. ഈ ചുറ്റുവട്ടത്തൊക്കെ എല്ലാവരും മണം പിടിച്ചിങ്ങ് എത്തുവേ. വെപ്പൊക്കെ പൂർത്തിയായോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. എനിക്കെന്തായാലും ഇപ്പൊ തന്നെ കുറച്ച് പായസം വേണമെന്ന് പറഞ്ഞ് സുജാത ഒരു ഗ്ലാസ് എടുക്കുകയാണ് പായസത്തിന് വേണ്ടി. എനിക്കും വേണമെന്ന് വാശി പിടിക്കുന്നുണ്ട് ആന്റിയമ്മയും. ഇത് കേൾക്കുന്ന കൺമണിയാണെങ്കിൽ അത് അവർക്ക് സെർവ് ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം പറയുന്നുണ്ട്, മാഡത്തിന്റെ പറച്ചിൽ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുകയാ. വേറൊന്നുമല്ല, ഒരുപാട് പ്രതീക്ഷയൊക്കെ വെച്ച് കുടിച്ചിട്ട്. എന്നാൽ ആന്റിയമ്മ കൺമണിയെ പറയാൻ സമ്മതിക്കുന്നില്ല. എന്റെ കൺമണി, നിന്റെ വിനയമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം ആ പായസം കഥ, അതല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് എടുക്കുവേ. കൺമണിയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കുള്ള പായസം ഓരോരോ ഗ്ലാസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവരാണെങ്കിൽ അത് കൊതിയോടെ കഴിച്ചു തുടങ്ങുകയാണ്. വായിൽ വെക്കുന്നതും രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, കൺമണി അടിപൊളിയായിട്ടുണ്ട്, എന്തൊരു ടേസ്റ്റാ. സുജാത പറയുന്നുണ്ട്, ഞാൻ സത്യസന്ധമായിട്ട് പറയാ കൺമണി, ഒരു തുള്ളി മായം ചേർക്കാതെ ജീവിതത്തിൽ ഞാൻ കുടിച്ച ഏറ്റവും നല്ല പായസമായത്. മിക്കവാറും ഇത് മുഴുവൻ ഞങ്ങൾ തന്നെ കുടിച്ചു പറ്റിക്കുമെന്നാ തോന്നുന്നത്. അങ്ങനെ പറയുന്നുണ്ട് ആന്റിയമ്മയും. കൺമണിക്കാണെങ്കിൽ ഇവരുടെ ഈ പ്രശംസയെല്ലാം കേട്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. വാനോളം ഉയർന്നു നിൽക്കുകയാണല്ലോ കൺമണി. കൺമണിക്ക് ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത് അത് ആവോളം ഉണ്ട്. ആ അനുഗ്രഹം എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല എന്നൊക്കെ സുജാത വീണ്ടും പറയുമ്പോൾ കൺമണി തിരിച്ചു പറയുന്നുണ്ട്, സത്യം പറഞ്ഞാല് ഞാൻ വെക്കുന്ന ഭക്ഷണങ്ങളൊന്നും എനിക്കത്ര രുചി തോന്നാറില്ല. അത് അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ആന്റിയമ്മയും. ഏതായാലും പായസം പൊളിച്ചു. പിന്നെ ഇത് സാഗറിനും കൃഷിനും കൂടെ കൊടുക്കണമല്ലോ. അവർക്കുള്ള പായസം ചൂടോടെ അങ്ങ് വിളമ്പി വെച്ചേക്ക്. കൺമണിയാണെങ്കിൽ ഓൾറെഡി തന്നെ അവർക്കുള്ള പായസം മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്കത് കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങുകയാണ്. ഇതിന്റെ ഇടയിൽ സുജാത ഓർമ്മിപ്പിക്കുന്നുണ്ട്, സാഗറിന് കുറച്ച് ഷുഗർ മതി, അറിയാലോ, ഒന്നാമതേ കൺട്രോൾ ഇല്ല. ഇപ്പൊ ഇത്രയും നല്ലൊരു പായസം കിട്ടിയാൽ പറ്റുന്നത് അത്രയും കുടിക്കും. എന്നാൽ ആന്റിയമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്റെ സുജു, ഇന്നത്തെ ദിവസം അവന് എത്രയാണോ വേണ്ടത് അത് കുടിക്കട്ടെ, നീ പോയി കൊണ്ടുകൊടുത്തിട്ട് വാ മോളെ എന്ന് പറഞ്ഞ് കൺമണിയെ പറഞ്ഞയക്കുകയാണ് അങ്ങോട്ട്. കൺമണി അവിടുന്ന് മാറുമ്പോൾ സുജാത ആന്റിയമ്മയോട് പറയുന്നുണ്ട്, കൺമണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന വരുണിന്റെ വീട്ടുകാരുടെ ഒരു ഭാഗ്യം അല്ലേ. സത്യം എന്ന് പറയുന്നുണ്ട് ആന്റിയമ്മയും. ആദ്യം കൺമണി സാഗറിനാണ് പായസം കൊണ്ട് കൊടുക്കുന്നത്. അത് കുടിക്കുന്നതും സാഗറാണെങ്കിലും ആവർത്തിക്കുന്നുണ്ട്. കൃഷി പറഞ്ഞത് വളരെ കറക്റ്റാണ്, പാചകത്തിലെ കൺമണിയെ വെല്ലാൻ ആർക്കും പറ്റില്ല, അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. അതേസമയം കൃഷി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? അപ്പൊ സാഗർ തിരിച്ചു പറയാണ്, മോനെ നീ കൺമണിയെ ശരിക്കും പഠിച്ചിട്ടുണ്ട് അല്ലേ, നീ പറഞ്ഞത് കറക്റ്റാടാ, കൈപുണ്യം അപാരം, ഈ പായസം ഉണ്ടല്ലോ ഒടുക്കത്തെ രുചിയാ, പാചകറാണി എന്നൊരു ടൈറ്റിൽ കൂടെ നമുക്ക് കൺമണിക്ക് കൊടുത്താലോ എന്നൊക്കെ ചോദിച്ചു പോവുകയാണ് സാഗർ കൃഷ്ണനോട്. അതേസമയത്താണ് സാഗറിനൊരു കോള് വരുന്നത്. അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനായിട്ട് സാഗർ പുറത്തേക്ക് പോകുന്നതും കൃഷി കൺമണിയോടായിട്ട് പറയാണ്, ഇന്ന് എനിക്ക് വലിയ ക്രെഡിറ്റ് ആണ് എല്ലാവരും കൂടെ തന്നിരിക്കുന്നത്. ഇനിയിപ്പോ കൺമണിയുടെ ഫുഡിനും കൂടെ എനിക്ക് റെക്കമെൻഡേഷൻ വരും. അതൊക്കെ കേട്ട് ചിരിയോടെ നിൽക്കുകയാണ് കൺമണിയും. ശേഷം കൃഷിനോട് പായസം എടുക്കാൻ പറയുന്നുണ്ട് കൺമണി. കൃഷി അത് എടുത്ത് കുടിക്കുന്നതും കൺമണിയാണെങ്കിൽ ഇങ്ങനെ ആകാംക്ഷയോടെ അത് കുടിച്ചിട്ട് കൃഷി എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ്. അത് കൃഷിനും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടിച്ചു കഴിഞ്ഞിട്ട് കൺമണിയോട് ചോദിക്കുകയാണ്, കൺമണി എന്റെ അഭിപ്രായത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അല്ലേ, കൺമണിയെ പോലെ സൂപ്പർ ആയിട്ടുണ്ട് പായസവും എന്ന അഭിപ്രായം പറയുകയാണ്. കൃഷി സൂപ്പർ കൺമണി, സൂപ്പർ സൂപ്പർ ടേസ്റ്റി എന്നെല്ലാം പറഞ്ഞ് കൺമണിയെ പ്രശംസിക്കുന്നുണ്ട് വീണ്ടും. ഇതെല്ലാം കേട്ട് കൺമണിയുടെ മനസ്സ് നിറയുന്നു, താങ്ക് യു പറയുന്നു. തുടർന്ന് കൃഷി, ഞാനൊരു കാര്യം പറയട്ടെ, എന്താന്ന് കൺമണി ചോദിക്കുന്നുണ്ട്. അമ്പലത്തിൽ വെച്ച് തമ്മിൽ കണ്ടപ്പോഴും ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലും കൺമണി ഹാപ്പിയാ, പക്ഷേ ഒരുപാട് ദുഃഖം കൺമണി മനസ്സിൽ അടക്കി പിടിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ കൃഷി ചോദിക്കുന്നത് കേട്ട് കൺമണി പറയുന്നുണ്ട്, അതിപ്പോ ആർക്കാ സാറേ ദുഃഖം ഇല്ലാത്തത്, എന്നാൽ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറേണ്ടെന്നും കൺമണിയുടെ കണ്ണുകളിൽ പലപ്പോഴും ആ സങ്കടം എനിക്ക് കാണാമെന്നും പക്ഷെ ആ സങ്കടത്തിലും ഒരു തിളക്കമൊക്കെ ഉണ്ടെന്നും കൺമണിയെയും ഗോകുലിനെയും കൊണ്ടാക്കാൻ വന്നപ്പോ കൺമണിയുടെ അച്ഛൻ അവിടെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു കാരണമെന്നൊക്കെ കൃഷി ചോദിക്കുന്നുണ്ടെങ്കിലും കൺമണി ഒന്നുമില്ലെന്ന് തന്നെ പറയുകയാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറണ്ടെന്ന് കൃഷി പറയുമ്പോൾ അങ്ങനെ പറയാൻ തുടങ്ങിയാലേ ഒരുപാടുണ്ട് സർ പറയാൻ. എന്നാൽ കൺമണി എത്ര പറഞ്ഞാലും ഞാൻ കേൾക്കുമെന്ന് തന്നെ പറയുകയാണ് കേട്ടോ കൃഷി. കൺമണിക്ക് എന്തുണ്ടായാലും എന്നോട് പറയാം, എന്തും. എത്രയോ പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കൺമണി വേറിട്ട ഒരാളാ. അന്ന് 2 ദിവസം എന്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നല്ലോ. കൺമണി പോയ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അതെന്താണെന്നറിയില്ല, കൺമണിയെ തന്നെ ആലോചിച്ച് കിടന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞ് മനസ്സ് തുറക്കുകയാണ് കൺമണിയുടെ മുമ്പില് കൃഷി. തുടർന്നാണ് കൃഷി ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുന്നത്. കൺമണിയാണെങ്കിലും ആഗ്രഹത്തോടെ അതെന്താണെന്ന് കേൾക്കാൻ വേണ്ടി എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ കൃഷി അല്പം നാണത്തോടെ എനിക്ക് കൺമണിയോട് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ മോനേന്നൊരു വിളി പുറത്തുനിന്നും കേൾക്കുകയാണ്. സുജാതയാണ് വിളിക്കുന്നത്.
എന്തായാലും കൃഷ്ണ പറയാനുള്ളത് ആ കൺമണിയോടൊപ്പം തുറന്നു പറയാൻ പറ്റുന്നില്ല. സുജാത അപ്പോഴേക്കും മുന്നിൽ വന്നിട്ട്, ദേ മാനസയും മാനസയുടെ അമ്മയും വന്നിട്ടുണ്ട്, നീ അവരെ ചെന്ന് സ്വീകരിക്കാൻ പറഞ്ഞ് കൃഷ്ണനെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അവരെ പോയി സ്വീകരിക്കണം, അമ്മ ചെന്ന് സ്വീകരിക്കുക. എന്നാൽ സുജാത പറയും, മോനെ ഇന്ന് കൃപയുടെ ഈ ചടങ്ങില് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരും വന്നിരിക്കുന്നത്. ഈ ചടങ്ങിന്റെ കൂടെ മറ്റൊരു ചടങ്ങോടെ നടത്തണം. ഇത് കേൾക്കുന്ന കൃഷ്ണ എന്ത് ചടങ്ങെന്ന് ചോദിക്കുമ്പോ, എന്ത് ചടങ്ങെന്നോ, നീ എനിക്ക് വാക്ക് തന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് അതുകൂടെ നടത്തണം. അമ്മയ്ക്ക് തന്ന വാക്ക് നീ തെറ്റിക്കോ, എങ്കിൽ നീ തുറന്നു പറ. ഇന്ന് കൃപയുടെ മുമ്പിൽ വെച്ച് നിന്റെ നല്ല വാക്ക് കേൾക്കാനായി ഈ അച്ഛനും അമ്മയും കാത്തിരിക്കുക. അതുകൊണ്ട് നീ ചെല്ല് മോനെ, ചെന്ന് അവരെ സ്വീകരിക്കുക. കൃഷ്ണനാണെങ്കിൽ വല്ലാത്ത സങ്കടമാവുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന ഹാപ്പിനെസ് എല്ലാം പോയി. കൃഷ ആകെ മൂഡ് ഓഫ് ആവുകയാണ്. കൺമണിക്കും കൃഷിന്റെ ആ ഭാവത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൃഷ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും മാനസ കൃഷിനെ കണ്ടിട്ട് ഹായ് കൃഷ എന്ന് പറഞ്ഞ് കൃഷിനെ കെട്ടിപ്പിടിക്കുന്നു. കയ്യിലൊരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. കൺമണിയുടെ മുമ്പിൽ വെച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. കൺമണിക്കാണെങ്കിലും അത് കാണുമ്പോൾ വല്ലാതാവുന്നുണ്ട്. കൺമണി അവിടെ നിൽക്കുന്നത് കണ്ടിട്ടും മാനസ കൺമണിയെ മൈൻഡൊന്നും ചെയ്യാതെ കൃപയുടെ അടുത്തേക്ക് കൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ശേഷം താൻ കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് കൃപയ്ക്ക് കൊടുക്കുകയാണ് മാനസ. കൺമണി കൃപയ്ക്ക് വേണ്ടി വരച്ച ആ പടം കണ്ടിട്ട് മാനസ അത് നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ, ഇത് ഏത് സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യിപ്പിച്ചതാ എന്നൊക്കെ ചോദിക്കുന്നതും ഇത് വരച്ച സ്റ്റുഡിയോയെ ദേ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് കൺമണിയെ കാണിച്ചു കൊടുക്കുകയാണ് മാനസയ്ക്ക്. എന്നാൽ മാനസയ്ക്ക് ഈ പറഞ്ഞൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. സാഗറാണെങ്കിലും പറയുന്നുണ്ട് കൺമണി വരച്ച ഈ പടം കൃപമോൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്. ആദ്യമേയും ചോദിക്കുകയാണ് പടം നന്നായിട്ടില്ലേന്ന് മാനസയോട്. എന്നാൽ അത് വലിയ കുഴപ്പമില്ലെന്നേ മാനസ പറയുന്നുള്ളൂ. കൺമണിക്ക് അത് ഫീൽ ആവുന്നുണ്ട്. കൃഷാണെങ്കിലും ചോദിക്കുകയാണ് കുഴപ്പമില്ലെന്നോ, ഇതിലും നന്നായിട്ട് ലോകത്ത് വേറെ ആരും വരയ്ക്കില്ല. എന്നാൽ മാനസ തന്നെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കുഴപ്പമില്ലെന്ന് ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കൺമണി നല്ല ആർട്ടിസ്റ്റ് അല്ലേ. എന്നാൽ പെട്ടെന്ന് തന്നെ മാനസയുടെ അമ്മ ആ ഫോട്ടോ കണ്ടിട്ട് പല പോരായ്മകളും കണ്ടെത്തി പറയുകയാണ്, ദേ ഇവിടെ ഈ വരച്ചതൊന്നും ഒട്ടും ശരിയായിട്ടില്ല. എന്നാൽ കൃഷി ഇതിനിടയിൽ കയറി അത് ആന്റിക്ക് ശരിക്കും മനസ്സിലാക്കാൻ അറിയാത്തത് കൊണ്ടാണെന്ന് ഇങ്ങനെ പറയാണ്. അത് കേട്ട് ചമ്മി പോകുന്നുണ്ട് മാനസയുടെ അമ്മ. പിന്നീട് ആന്റിയമ്മ കൃപയോടെന്ന പോലെ പറയാണ്, മോളെ കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാലേ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഈ മാനസയിടത്ത് ഇവിടെ ഉണ്ടാവും. കൃഷ്ണൻ അത് കേൾക്കുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ട്. അതെന്താ മാനസ ബാംഗ്ലൂരിൽ നിന്ന് വരുവാണോ എന്ന് ചോദിക്കുമ്പോ, എടാ കൊച്ചു കള്ള, നീ എന്താടാ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത്. എടാ നിന്റെ കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാനസയുടെ അമ്മയാണെങ്കിലും പറയുന്നുണ്ട് അതിനി പ്രത്യേകിച്ച് പറയാൻ എന്തിരിക്കുന്നു, നിശ്ചയമൊക്കെ കഴിഞ്ഞതല്ലേ. കല്യാണ കാര്യത്തെക്കുറിച്ച് പറയുന്നതും കൃഷിന്റെ മുഖം വീണ്ടും വാടുന്നു. എന്തായാലും കൃപയുടെ സന്തോഷത്തിന് കൃഷി തന്നെ അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്ന സുജാത പറഞ്ഞപ്പോ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുകയാണ് ആന്റിയമ്മ മാനസയോട്. മാനസയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൃഷ്ണനെ വന്ന് കൃഷ് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ വിഷമിച്ചു നിൽക്കുകയാണ് കൺമണിയും. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ കൃഷി പെട്ടെന്ന് മൂഡ് ഓഫ് ആയി അവിടെ നിന്ന് മാറിപ്പോകുന്നത് സുജാത ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. കൃഷ് ആണെങ്കിൽ നേരെ കൺമണിയുടെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. സുജാത അപ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ട്, എടാ നീ എന്താടാ ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ നിൽക്കുന്നേ, നീ വന്നേ, മാനസികം വിഷമം വരും. അപ്പൊ കൃഷി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അവൾക്ക് വിഷമം വന്നാ എനിക്കെന്താ? ഇത് കേട്ടുകൊണ്ട് സാഗർ അങ്ങോട്ട് വരികയാണ്. സാഗർ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എടാ അവള് വിഷമിച്ചാൽ നിനക്ക് എന്താന്നോ? നീ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. മാനസയുടെ വിഷമം ഇത് ഇനി നിന്റെയും കൂടെ വിഷമാ. സുജാത പറയും, മോനെ ഞാൻ നിന്നോട് സ്നേഹത്തോടെ പറയുക, കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നീ തന്നെ നിങ്ങളുടെ വിവാഹകാര്യം പറയണം. സുജാത അങ്ങനെ പറഞ്ഞത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് കൃഷിന്. ഇതെന്തൊരു കഷ്ടമാണെന്നൊക്കെ സ്വയം പിറുപിറുക്കുന്നു. കൃപമോൾക്ക് വേണ്ടിയെങ്കിലും നീ ഇത് ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റ് പോലെ സാഗർ പറയുന്നത് കേട്ട് കൃഷി ചോദിക്കുന്നുണ്ട്, ഞാനും മാനസയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് കൃപയ്ക്ക് ഇഷ്ടമാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? കൃഷിന്റെ ഇങ്ങനെയുള്ള മറുപടിയൊക്കെ കേൾക്കുമ്പോൾ സാഗറിന് ദേഷ്യം വരുന്നുണ്ട്. കൃഷിനെ തല്ലാനൊക്കെ ഭാവിക്കുന്നുണ്ട്. പക്ഷേ സുജാത അതിലേക്കൊന്നും പോകാതിരിക്കാൻ സാഗറിനെ മനഃപൂർവ്വം തടയുന്നുണ്ട്. ഇനിയിപ്പോ അടിയും വഴക്കും ഒന്നും വേണ്ട, അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നിങ്ങനെ പറയുകയാണ് സുജാത. എങ്കിലും വീണ്ടും കൃഷ്ണനോട് താഴ്മയോടെ പറയാണ്, മോനെ ഞങ്ങൾ നിന്നെ നിർബന്ധിക്കുന്നില്ല, നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നീ ഇന്ന് തന്നെ വിവാഹക്കാരെ അറിയിക്കാം, നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. അങ്ങനെയും പറഞ്ഞ് സാഗറിനെയും കൂട്ടി സുജാത അവിടെ നിന്നും പോകുന്നുണ്ട്. കൃഷ് ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മാനസയെ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ തന്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം ഇതാണല്ലോ, അതുകൊണ്ട് അവരുടെ വാക്ക് കേൾക്കാതിരിക്കാനും കഴിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ കൃഷിന്റെ ഈ അവസ്ഥ കൺമണിക്ക് മനസ്സിലാകുന്നുണ്ട്. കൺമണിയാണെങ്കിലും ആകെ വിഷമിച്ചു നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും കൺമണിക്ക് ഒരു കോള് വരുന്നത്. ഗോകുലാണ് വിളിക്കുന്നത്. ഗോകുൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അപ്പേ എന്തായി കാര്യങ്ങൾ? കേക്ക് കട്ടിങ് തുടങ്ങാൻ പോവുക, എല്ലാവരും ഉണ്ടെന്ന് പറയുന്നുണ്ട് കൺമണി. കൃപേച്ചി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, കൃപ നല്ല മിടുക്കിയായിട്ടുണ്ട്, ഇവിടെ എല്ലാവർക്കും നല്ല സന്തോഷമാണ് എന്നെല്ലാം കൺമണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത നിമിഷം ഗോകുൽ ചോദിക്കുകയാണ്, ഹീറോ അടുത്തില്ലേ? കൺമണിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല. എന്താന്ന് ചോദിക്കുമ്പോൾ
ഞാനേ കൃഷ് സാറിനെ പറ്റിയാ പറഞ്ഞത്. കൃഷ് സാർ അവിടെ അടുത്തില്ലേ? ഉണ്ടെന്ന് പറയുന്നുണ്ട് കൺമണി. പിന്നെ ഞാൻ പായസം ഉണ്ടാക്കി കൃഷ് സാറിന് കൊണ്ട് കൊടുത്തു. അത് കേൾക്കുന്ന ഗോകുല് പായസം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കാണുമല്ലേ? ഉടനെ കൺമണി ചോദിക്കുന്നുണ്ട്, അതെ അങ്ങനെയാണ് പറയുന്നുണ്ടാവുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ശേഷം ഗോകുല് ചോദിക്കാണ്, പിന്നെ ആ കാര്യം പറഞ്ഞു ഐ ലവ് യു എന്ന് പറഞ്ഞോന്ന്. എന്നാൽ കൺമണി വിഷമത്തോടെ അറിയിക്കുകയാണ്, കൃഷ് സാറിന് ഐ ലവ് യു പറയാനുള്ള ആള് ഇവിടെ വന്നിട്ടുണ്ട്, മാനസ മാഡം. അതറിയുന്ന ഗോകുല് പറയുന്നുണ്ട്, ഒന്ന് പോ അപ്പേ, കൃഷ് സാർ അപ്പയോടായിരിക്കും ഐ ലവ് യു എന്ന് പറയുക. എന്തായാലും ഗോകുലിനോട് ഇങ്ങനെയെല്ലാം സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് സുജാത കൺമണിയെ വിളിക്കുന്നത്. അവിടെ നിന്നിട്ടും കൺമണി വേഗം വാ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ കൺമണി ഗോകുലിനോട്, ഞാനേ കേക്ക് കട്ടിങ്ങിനുള്ള സമയമായി, ഞാൻ ചെല്ലട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാം എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഗോകുലാണെങ്കിൽ കൃഷ് സാർ എന്തായാലും അപ്പയോട് ഐ ലവ് യു പറയും, ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും എന്നൊക്കെ ഓർത്ത് അതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്.